ഞങ്ങളങ്ങനെ ഒളിവിലൊന്നും പോയിട്ടില്ല, അവിടെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനും ആദിവാസികളുടെ ഒരു പക്ഷം ചേർന്നാണ് എല്ലാം പറഞ്ഞത്. പക്ഷെ പിന്നീട് അവരധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. അതാണ് പ്രശ്നം. മാധ്യമങ്ങളതിനെ ഒരു സെൻസിറ്റൈസ് അല്ല, സെൻസേഷണൽ സ്റ്റോറി ചെയ്യുന്നൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അല്ല, അതിൻ്റെ സത്യാവസ്ഥയൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. കുടിലുറ്റി സമരം നടക്കുന്ന സമയത്തുള്ള പത്രങ്ങളെടുത്തിരുന്നെങ്കിൽ മൊത്തം ഒന്ന് സർവേ ചെയ്ത് നോക്കിയാലാണ് ചെറു വാർത്തകളൊക്കെ ഉണ്ടാവുള്ളൂ. അജ്ഞാത രോഗമല്ല, പെട്ടെന്ന് മരിക്കുന്നു എന്നല്ല, ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന അജ്ഞാതമായ കാരണം കൊണ്ട് മരിക്കുന്നു. മന്ത്രി പറഞ്ഞത് മലിനജലം കുടിച്ചും കള്ളു കുടിച്ചിട്ടാണ് ഇവർ മരിക്കുന്നവർ. വളരെ മോശപ്പെട്ടുണ്ടായിരുന്നു. വെടിവെക്കാൻ തീരുമാനിക്കുമ്പം പുള്ളി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ, അപ്പോൾ പുള്ളിക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഒരാൾ ഒരു പൊളിറ്റിക്കൽ ബീയിങ്ങായി മാറുന്നത് വലിയ കുറ്റകൃത്യമൊന്നുമല്ല, നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 150ഓളം പേരുടെ പേരിൽ കേസാണ്, കുറേയധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒളിവിലൊന്നും പോയിട്ടില്ല, അവിടെ തന്നെയായിരുന്നല്ലോ. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 19 വെടിവെപ്പ് നടന്നു. 19, 20-ാം തീയതിയൊക്കെ ഞങ്ങൾ കാട്ടിൽ തന്നെയായിരുന്നു. 21-നാണെന്ന് തോന്നുന്നു ഞങ്ങൾ പുറത്ത് വന്ന്. പോലീസ് റെയ്ഡൊക്കെ ഭയങ്കര രൂക്ഷമായി. നമ്മളവിടെ തന്നെ നിന്നാൽ ഒന്നുകിൽ ഇവർ കാട്ടിൽ തന്നെ കൊല്ലപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും, പിന്നെ നമുക്ക് പുറത്ത് നടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഭയാനകമായിട്ടുള്ള ചിത്രം അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മളിത് പുറത്ത് വന്നിട്ട് പോലീസിനെ പിടിയെടുത്ത് അറസ്റ്റ് വരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ദിവസത്തിൻ്റെ വേളയിൽ ഞങ്ങളിവിടെ ഒളിവിലൊന്നും പോയതല്ല. അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. അവിടെ തന്നെ ഉണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ. ജയിലിൽ മറ്റു തരത്തിലുള്ള അതിക്രമ പീഡനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പുറത്തുള്ള അന്തരീക്ഷമൊക്കെ മാറിയതുകൊണ്ടായിരിക്കാം ധാരാളം പൗരാശ പ്രവർത്തകരൊക്കെ വന്ന് കാണുകയും ഞങ്ങൾക്ക് ധാർമ്മിക പിന്തുണയൊക്കെ നൽകുന്നതുകൊണ്ടായിരിക്കാം ജയിലിൽ പിന്നീട് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ലാതെ അന്ന് ഇടതുപക്ഷ അല്ലല്ലോ, കോൺഗ്രസ് ആണല്ലോ. ഇതെല്ലാം ആൻ്റണിക്കെതിരെയുള്ള വലിയൊരു പടക്കോപ്പായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആദിവാസികളുടെ പ്രശ്നം. പക്ഷെ അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനും ആദിവാസികളുടെ ഒരു പക്ഷം ചേർന്നാണ് എല്ലാം പറഞ്ഞത്. പക്ഷെ പിന്നീട് അവരധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. അതാണ് പ്രശ്നം. ഒരിക്കൽ ആരുടെ കൂടെ അവിടെ വന്നിരുന്നു. അത്യാവശ്യം ഇതുപോലുള്ള പൗരാശ മേഖലയിലൊക്കെ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിലാണ് വന്നത്. പക്ഷേ ഈ പോലീസ് റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഇദ്ദേഹത്തെയും പിടിച്ചെടുത്തുകൊണ്ട് മർദ്ദിക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളതിനെ ഒരു സെൻസിറ്റൈസ് അല്ല, സെൻസേഷണൽ സ്റ്റോറി ചെയ്യുന്നൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അല്ല, അതിൻ്റെ സത്യാവസ്ഥയൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ഒരു പരിധിവരെ മാധ്യമങ്ങളൊക്കെ ഇവർക്കെതിരെയുള്ള ബലപ്രയോഗത്തെ, അതിക്രമത്തെയൊക്കെ ഒരു തുല്യശക്തികൾ തമ്മിലെന്തോ യുദ്ധം നടന്നു എന്നൊക്കെയുള്ള മട്ടിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു വശത്ത് പോലീസ്, ഒരു വശത്ത് ആദിവാസി, മുമ്പിലുള്ള ആദിവാസി, മറ്റൊരു. അങ്ങനെയാണ് മീഡിയകളുടെ കച്ചവടം നടന്നിരുന്നത്. ആരും മോശമല്ലായിരുന്നു. വളരെ മോശപ്പെട്ട കഥകളും വ്യാജ കഥകൾ വരെ എഴുതിയവരുണ്ട്. ആദിവാസികൾക്ക് പൊതുവിൽ അനുകൂലമെന്നുള്ള നിലയിൽ എന്തെങ്കിലും എഴുതിയതൊക്കെ പത്രം മാത്രമാണ്. മാധ്യമത്തിന് പോലും ഇങ്ങനൊരു ബാലൻസിങ് സമീപനം ഇല്ലായിരുന്നു. വെച്ചാൽ നിരായുധരായ ആദിവാസികൾക്കെതിരെയുള്ള ഏകപക്ഷീയമായിട്ടുള്ളൊരു അറ്റാക്കായിരുന്നു നടത്തിയത് എന്നുള്ള മട്ടിൽ അല്ല അത് പലരും പ്രസൻറ്റ് ചെയ്തിരുന്നത്. വാർത്തകൾ അങ്ങനെയില്ലെങ്കിലും ഇതിൻ്റെ വിഷ്വൽ സെൻസിബിലിറ്റി അങ്ങനെ തോന്നിക്കാവുന്ന രീതിയിലുള്ള ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് ഒരാഴ്ചക്കാലമെങ്കിലും ചുരുങ്ങിയത് ചെയ്തത്. അതിനുശേഷം പിന്നെ ട്രെൻഡ് മാറിയപ്പം ആളുകളൊക്കെ മറിച്ച് സ്റ്റോറി എഴുതി തുടങ്ങി. അതാ സത്യം.
അല്ല, അതിപ്പോൾ സർക്കാർ പറഞ്ഞാലും ഇല്ലെങ്കിൽ അവരങ്ങനെ ഒരു നേരിട്ട് ക്രിയേറ്റ് ചെയ്യലാണ് പത്രക്കാരുടെ പരിപാടി. ഇവരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ആദിവാസികൾ സ്വന്തം നിലയിൽ അവരിങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഈ പത്രങ്ങൾ പൊതുവെ ഇവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടിനെയും മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവിൽ അവലംബിച്ച് വന്നിട്ടുള്ളത്. അതുവരെ പ്രത്യേകിച്ചും മഴക്കാല കഥകൾ എഴുതുക, അല്ലെങ്കിൽ അവരുടെ ശിശുമരണത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൂമിയില്ലാത്തതിൻ്റെ പേരിൽ നടത്തുക, അങ്ങനെയൊക്കെയല്ലേ. ഇപ്പോൾ കുടിലുകെട്ടി സമരം നടക്കുന്ന സമയത്തുള്ള പത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ മൊത്തം ഒന്ന് സർവേ ചെയ്ത് നോക്കിയാലാണ് ചെറു വാർത്തകളൊക്കെ ഉണ്ടാവുള്ളൂ. 2 ആദിവാസികൾ മരിച്ചു, അജ്ഞാത രോഗം, അത് ചെറിയ കോളം വാർത്തയായിരിക്കും. അട്ടപ്പാടിയിൽ 3 ആദിവാസികൾ മരിച്ചു എന്നാണ് മലിനജലം കുടിച്ചെന്ന് മന്ത്രി പറയുന്നു, ആരോപിക്കുന്നു. ഭക്ഷണം കിട്ടാതെ ആദിവാസി മരിച്ചു എന്നും പറയാറുണ്ട്. ഏതാണ്ടൊരു ഒറ്റ മാസത്തിനുള്ള 37 ആദിവാസികൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ടേ. മനസ്സിലായില്ലേ? ഇതിൽ ബഹുഭൂരിപക്ഷം വാർത്തകളും അജ്ഞാത രോഗം, അങ്ങനെ ഒരു രോഗമുണ്ട്, അജ്ഞാത രോഗം. ഇത് എല്ലാ വാർത്തകളും ഇങ്ങനെയാണത്. ആദിവാസി മേഖലയിൽ അജ്ഞാത മരണം, അവരതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. ഇതെന്തോ മനുഷ്യനൊന്നും അജ്ഞാത രോഗമല്ല, പെട്ടെന്ന് മരിക്കുന്നു എന്നല്ല, ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതൊക്കെ അജ്ഞാതമായ കാരണം കൊണ്ട് മരിക്കുന്നു. മന്ത്രി പറഞ്ഞത് മലിനജലം കുടിച്ചും കള്ളു കുടിച്ചിട്ടാണ് ഇവർ മരിക്കുന്നവർ, വളരെ മോശപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ന്യൂസൊന്നും പത്രങ്ങൾക്ക് വാർത്തയല്ല, അവരാരും അന്വേഷിച്ചിട്ടുമില്ല. പിന്നെ ആകെയുള്ളത് ഈ മഴക്കാലത്ത് നടത്തുന്നതിൽ കഥകളുണ്ടാവും. പട്ടിണി, ദാരിദ്ര്യം, അവരുടെ കുടികളുടെ പടം കാണിച്ച് ഇങ്ങനെയൊക്കെയുള്ള സാധനം, സെൻസേഷണൽ സ്റ്റോറി. അതാണ് മീഡിയ കുറേ കൊല്ലമായി ചെയ്തുകൊണ്ടിരുന്നത്. അത് ആദിവാസികളെക്കുറിച്ചുള്ള മുഴുവൻ നെറേറ്റീവ്സും കേരളത്തിൽ അങ്ങനെയായിരുന്നു. കേരളത്തിൽ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടാക്കുക. അതിനൊരു മാറ്റം വരുന്നത് ഈ കുടിൽകെട്ടി സമരത്തോടു കൂടിയാണ്. അത് പിന്നെ മുത്തങ്ങയിലൂടെ എത്തുന്നതോടൊരു അവർ സ്വയം അവരുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിലുള്ളൊരു പ്രൈസിങ് കമ്മ്യൂണിറ്റിയാണെന്ന് വന്നതോടുകൂടി പത്രങ്ങളൊക്കെ ഒന്ന് സ്തംഭിച്ചു. പിന്നെ ആരും ഈ മഴക്കാല പൂർവ്വകഥകൾ എഴുതാതായി. മുത്തങ്ങയുടേത് ഇങ്ങനെയല്ല, ഒന്നുകിൽ ഇവർ ഭയങ്കര തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ സെൻസിബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെയൊക്കെ ഒരു വീരപ്പൻ്റെയൊക്കെ ഒരു ആളായിട്ടാണ് പത്രങ്ങളിലേറെ ചിത്രീകരിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ രൂപം അല്ലെങ്കിൽ പടം അങ്ങനെയൊക്കെയുള്ള സാധനം വയ്ക്കുക വാർത്തകളിലൊക്കെ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതാണ് അവർക്ക് മാർക്കറ്റെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ പത്രങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ പത്രങ്ങളുടെ രീതി അങ്ങനെ ആയിരുന്നു. അത് എല്ലാ പത്രവും ആയാലും മോശമൊന്നുമല്ല കരുതൽ. വെക്കാനുള്ള തീരുമാനം എടുക്കുന്നത്, വെടിവെക്കാൻ തീരുമാനിക്കുമ്പം പുള്ളി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ, അപ്പോൾ പുള്ളിക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതിനെ ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസാക്കി വനം വകുപ്പിനെയും പോലീസിനെയും തിരിച്ചുവിടുന്നതിൽ പുള്ളിക്ക് വലിയ റോളുണ്ട് അതിനകത്ത്. ഒരിക്കലും എന്താണ് ഒരു മന്ത്രിയുടെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഗത്തുനിന്നുണ്ടാണ് ഒട്ടും പക്വതയില്ലാത്ത ഒരു കാടൻ അപ്രോച്ചായിരുന്നു. കാടൻ എന്നുള്ള പദം പ്രശ്നമാണ്. വളരെ എന്താ പറയേണ്ടത്, അക്രമാസക്തമായ ഒരു വംശീയ സ്വഭാവമാണ് പുള്ളി അത് കാണിച്ചത്. ഇവരൊക്കെ കൊന്നൊടുക്കി കളയേണ്ടതാണെന്നും മുത്തങ്ങയെ ഒരു കാർഗിലിനെയൊക്കെ മോചിപ്പിക്കുന്നത് പോലെ ഞങ്ങളങ്ങോട്ട് മോചിപ്പിച്ചു എന്നൊക്കെ വലിയ വീം പിടിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരൊക്കെ വെടിവെച്ച് കൊല്ലണ്ടാണെന്നൊക്കെ പറയാം. അങ്ങനെ വെടിവെച്ച് ആൻ്റണി ആണെങ്കിലും അയാളായിരുന്നു ഭേദം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അയാൾ വെടിവെച്ച് ഇറക്കിയെങ്കിലും ആദ്യമായിട്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആദിവാസികളായിട്ട് ഒരു വിഷയം ചർച്ച ചെയ്ത് ഒരു ഉഭയകക്ഷി എഗ്രിമെൻറ്റിലെത്തുന്ന ഒരാൾ അയാൾ മാത്രമേ ഉള്ളൂ. ഇതയാൾ വെടിവെച്ചു എന്നുള്ളത് ശരിയാകുമ്പോൾ തന്നെ ഇങ്ങനെ ആരും ചെയ്യില്ലായിരുന്നു. എന്തെങ്കിലും കൊടുത്തിട്ടങ്ങ് പറഞ്ഞു വിടാമെന്നൊരു ലൈനാണല്ലോ. അപ്പോൾ അവർക്ക് ഒരു 5 ഏക്കർ കൊടുക്കണം എന്നൊക്കെ പറയുകയും അതനുസരിച്ചുള്ളൊരു പാക്കേജ് ഉണ്ടാക്കുകയും അതിനുവേണ്ടി ഒരു മിഷൻ മാതൃകയിലൊരു സാധനം രൂപകൽപ്പനയും അതിനുവേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുകയും അതിൻ്റെ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്യിച്ചു പുള്ളി. അത് ചെറിയ കാര്യമല്ലത്. അതിനേക്കാൾ ഉപരി അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിലൊക്കെ വന്നിട്ട് ഇപ്പം ഇടതുപക്ഷത്തിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രധാന വിഷയം അതായിരുന്നു. അത് ആദിവാസികൾ സമരം ചെയ്ത് ആദിവാസികളിനൊരു തീർപ്പുണ്ടാക്കി അവരൊരു പാക്കേജ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ അത് ചെയ്തു എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരിയുടെ ബുദ്ധിമുട്ടാണത്. അവർ കൊടുക്കും, ഇവർ വാങ്ങിക്കണം, അങ്ങനെയാണ് അവരുടെ രീതി. അല്ല, അവർ രാഷ്ട്രീയ പ്രവേശനം നടത്തിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉത്ഭവത്തിലായിരിക്കണം.
ഒരാൾ ഒരു പൊളിറ്റിക്കൽ ബീയിങ്ങായി മാറുന്നത് വലിയ കുറ്റകൃത്യമൊന്നുമല്ല, നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ കോൺഗ്രസ്സിലോ CPM പോലുള്ള സ്ഥാനത്തിൽ അവരെ ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കിട്ടിയെടുത്ത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫറൊക്കെ വന്നപ്പോൾ അങ്ങനെ പോയതായിരിക്കാം. അതുകൂടെ തെറ്റായുള്ളൊരു നടപടിയാണ്. അവർ ആദിവാസി വിഷയം പിരിക്കാൻ പറ്റില്ലല്ലോ അതുവഴി. അത് കൂടുതൽ സങ്കീർണമാക്കുകയും അവർ ഇപ്പോൾ കണ്ടില്ലേ, ദേശീയ തലത്തിലുള്ള സുപ്രീം കോടതി വിധിയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയാണല്ലോ കേസ് നടക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പാണത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്. കേസിൻ്റെ ഒന്നും കാര്യത്തിൽ ജാനു വലിയ ഇൻട്രൊഡക്ഷൻ നടത്താറില്ല. അപ്പോൾ കേസിൽ 150ഓളം പേരുള്ള കേസാണ്. 3 കേസുണ്ട്. കുറേയധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കേസിൻ്റെ ട്രയലിൻ്റെ പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കേസ് എടുക്കാൻ പോകുന്നു. കൊച്ചിയിലൊരു കേസും കുറേ പകുതി ട്രയൽ കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. 150ഓളം പേർക്കുള്ള പേരിൽ കേസാണ്. കുറേയധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒന്നുമില്ല. അവർക്ക് NDA പോയതുകൊണ്ട് അവർ ഇതുപോലുള്ള കേസുകൾ എന്തെങ്കിലും വിഡ്രോയിക്കാനോ അങ്ങനെയൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരെന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടക്കാറില്ല. അല്ല, വിജയം പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വിലയിരുത്തുന്നത് അങ്ങനെ പറയാം. അതൊരു പ്രോസസ്സാണത്. കുറേയധികം ഹിസ്റ്ററികളുടെ ആളുകളുടെ അവബോധത്തിൽ മാറ്റം വരുന്നു. മെറ്റീരിയലി അതുകൊണ്ട് ആളുകൾക്ക് എത്ര പേർക്ക് ലാൻഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ ഓവറോൾ ലാൻഡ് സ്ട്രഗിൾ വഴി കുറേയധികം പേർക്ക് ലാൻഡ് കിട്ടിയിട്ടുണ്ട്. ലാൻഡിനേക്കാൾ ഉപരിയായി അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറിയിട്ടുണ്ട്. പുതിയൊരു തലമുറ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സമരത്തിൻ്റെ ചരിത്രമൊന്നും അറിഞ്ഞുകൊണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് സിസ്റ്റത്തെ നവീകരിക്കുന്നതിൽ അത് വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രൈബൽ മിഷൻ ഉണ്ടാകുന്നു. സർക്കാരിൻ്റെ ട്രൈബൽ പോളിസിയിലൊക്കെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിർബന്ധിതമായിരുന്നു അവർ. അതൊക്കെയാണ് സ്ത്രീകൾ കൊണ്ടുള്ള ഗുണം. ഒന്നാമത്തെ പാടും ഇവിടുത്തെ ഗവൺമെൻറ് വളരെ വംശീയമാണ് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ചുവരവാണ്. അങ്ങനെ വലിയ ജനാധിപത്യമൊന്നും വരുന്ന പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തത് കുറച്ചുകൂടി ഈ ആദിവാസി ദളിത് വിഭാഗങ്ങളൊക്കെ പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്യാത്തിടത്തോളം പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അത് ഒറ്റപ്പെട്ട ഭൂസമരങ്ങൾ കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ലാൻഡ് കിട്ടണം, പക്ഷെ അതിനേക്കാൾ ഉപരിയായി ആളുകൾ കുറച്ചുകൂടി ബ്രോഡായ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ അവർക്ക് ഇടപെടാൻ കഴിയണം. അതാണ് ഉണ്ടായൊരു പാഠം. അല്ല, വിജയം പരാജയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ മുത്തങ്ങേരി ഇപ്പോൾ ആദിവാസികളെ വെടിവെച്ച് ഇറക്കിയത് കൊണ്ട് വേണമെങ്കിൽ അതൊരു പരാജയമാണെന്ന് പറയാം. സർക്കാരിൻ്റെ വിജയമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഭൂസമരങ്ങളുടെയൊക്കെ ഒരു സംഭവത്തെ നമ്മുടെ ജയം പരാജയം എന്ന് പറയുന്ന ഒരൊറ്റൊരു സാധനം വെച്ച് മാത്രം അളക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ആസ്പിറേഷൻ, അഭിവാഞ്ചികളൊക്കെ ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം നേടാനൊക്കെയുള്ളേ. അത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നല്ല അതിൻ്റെ ഫലം അവരായിരിക്കില്ല അനുഭവിക്കുന്നത്. അത് സമൂഹം എന്നുള്ള നിലയിൽ മറ്റാർക്കെങ്കിലും അതിൻ്റെ ഗുണം കിട്ടിക്കാണും. അങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതിപ്പോൾ ഇതുപോലുള്ള വിഭാഗങ്ങളുടെ ചരിത്രത്തെയും അവരുടെ കമ്മ്യൂണിറ്റി രീതികളെയൊക്കെ തന്നെ പുസ്തകങ്ങളിലൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ട് അതൊക്കെ വരേണ്ടതാണത്. കാരണം ഈ കേരളത്തിലിപ്പം നവോത്ഥാനത്തിൽ ഉൾക്കടന്നു പോയ സമൂഹമാണെന്ന് പറയുമ്പോഴേ ഈ നവോത്ഥാനമൊന്നും തന്നെ ഇതുപോലുള്ള വിഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ നവോത്ഥാന കേരളത്തിൽ ഇൻറ്റേർണലി ഒപ്രൈസ് ചെയ്യപ്പെട്ട അടിമകളെപ്പോലെ അടിമസമാനമായ ജീവിതാവസ്ഥയ്ക്ക് വിധേയമാക്കപ്പെട്ടവരുണ്ട് ഈ നവോത്ഥാനത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് പഴയ നവോത്ഥാനം ഇവരൊന്നും ജീവിതം മാറ്റിയിട്ടില്ല എന്നുള്ള ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്. നവോത്ഥാനം ഒരു യൂറോപ്യൻ യൂസേജാണല്ലോ. അപ്പം ആ വ്യവസ്ഥക്കുള്ളിൽ ഉൾപ്പെടെ ഇവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതൊരു സാമൂഹിക വിപ്ലവത്തിൻ്റെ ഒരു സോഷ്യൽ റവല്യൂഷണറി പ്രോസസ്സാണത് നടക്കുന്നത്. ഇപ്പം 90കളുടെ തുടക്കത്തിൽ നിന്നും കേരളത്തിൽ ഈ സ്വയംഭരണം പെസ നിയമം തന്നെ ആരും ചർച്ച ചെയ്യില്ലായിരുന്നു.
പക്ഷേ 10-15 വർഷത്തെ ഒരു ഇതോടുകൂടി പുതിയ തലമുറക്കുൾപ്പെടെയും ഭരണകർത്താക്കൾക്കും ഒക്കെ അറിയാം ഈ എന്താ പറയേണ്ടത് ഗ്രാമസഭാ നിയമം, പ്രസാ നിയമം, ഭരണഘടനയുടെ ഇത്തരം അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്. അതാണ് ഒരു മാറ്റം. ചുരുക്കത്തിൽ ഭയങ്കര ഇൻക്ലൂസീവായ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾ നമ്മുടെ നാട്ടിൽ പതുക്കെ ചർച്ച ചെയ്ത് തുടങ്ങും. അതുപോലെ ഓരോ സോഷ്യൽ സെക്ഷനെ കുറിച്ച് അങ്ങനെ ഇപ്പം ഒരു 20 കൊല്ലം മുമ്പ് നമ്മളൊന്നും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ക്യൂർ കമ്മ്യൂണിറ്റിയുടെയും ഇങ്ങനെ ചർച്ച ചെയ്യാറില്ലല്ലോ. അത് ഇപ്പോൾ ഒരു റിയാലിറ്റിയായി വന്നു. അപ്പം സിസ്റ്റം അത് അംഗീകരിക്കാൻ തുടങ്ങി. സ്ത്രീകളുടെ വിഷയം അങ്ങനെ ഇപ്പോഴും അംഗീകരിച്ചില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറു സാമൂഹിക വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഇൻക്ലൂസീവ് ആയിരിക്കണം ജനാധിപത്യം എന്നുള്ള നിലയിൽ പഴയ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ആരും അംഗീകരിക്കില്ലായിരുന്നു. അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെയൊക്കെ ഗുണം. എത്ര പേർക്ക് ഭൂമി കിട്ടി, എത്ര പേർക്ക് കിട്ടിയില്ല എന്നതിനേക്കാളേറെ ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് സൊസൈറ്റി എത്തിച്ചു എന്നുള്ളതാണ്. പ്രതിസന്ധിയൊന്നുമില്ല. ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ആവശ്യത്തിന് സമരം ചെയ്യാത്തതുകൊണ്ടതുമല്ല, അതിൻ്റെ എല്ലാ തരത്തിലുള്ള എഗ്രിമെൻറ്റിലും ഇതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചാണ്. ഇവരത് നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല. അത്രയേ ഉള്ളൂ. അത് ഭരണഘടന അട്ടിമറി ആണത്. ആ ലിസ്റ്റിനെ തകർക്കുക എന്നുള്ളതാണത്. ആ ലിസ്റ്റ് തകർന്നാൽ പിന്നെ ഇവർക്ക് അവകാശമൊന്നും കൊടുക്കേണ്ടതില്ലല്ലോ. SC/ST വിഭാഗങ്ങൾക്കുള്ള സംവരണം എന്ന് പറഞ്ഞാൽ ഈ അൺടച്ചബിലിറ്റി അബോളിഷനുമായി ബന്ധപ്പെട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗമുണ്ട്. അൺടച്ചബിൾസ് ആയതുകൊണ്ട് ജാതി സൊസൈറ്റിയുടെ ഭാഗമായിരുന്നില്ല, കാസ്റ്റ് സൊസൈറ്റിക്ക് പുറത്തുള്ളവരായതുകൊണ്ട് തന്നെ ഈ സോക്കോൾഡ് മെയിൻ സ്ട്രീം കാസ്റ്റ് സൊസൈറ്റിയിലെ വ്യവഹാരങ്ങളിലൊന്നും അവർക്ക് എൻട്രി ഇല്ലായിരുന്നു. വിദ്യാഭ്യാസം പറ്റില്ല, സമ്പത്താർജിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പം കുറേയധികം ഗോത്രങ്ങളെയും ജാതികളെയും ഇങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പല പല ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റിലാണ് സമൂഹം എന്നുള്ളതിൽ ഗോത്രപരതയിലും അവർ സോഷ്യൽ ഡെവലപ്മെൻറ്റിലും നിൽക്കുന്നത് എന്നുള്ള വ്യത്യാസം ഉണ്ടാകാം. ചില കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടി പബ്ലിക്കായിട്ടുള്ള ആക്സസ് ഉണ്ടാകും, ചിലർക്ക് അത്രയും ഉണ്ടാവുന്നില്ല, ചിലർ പൂർണ്ണമായിട്ടും കാട്ടിലായിരിക്കണം എന്ന്. ആ രീതിയിൽ അവരുടെ ഒരു സോഷ്യോ ആന്ത്രോപോളജിക്കലായ ട്രേറ്റ്സിലും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാകാം. ആ നിലക്ക് അവർക്ക് കുറേ വൈവിധ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ പറയുന്നൊരു ഡിസബിലിറ്റി അനുഭവിച്ചവരാണെന്നുള്ള നിലയിലാണ് ബാക്ക്വേർഡായി പോയത്. മീൻസ് സോഷ്യോ എക്കണോമിക്കലി ആൻഡ് ബാക്ക്വേർഡ്. അവരെയാണ് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറിയായി, ഒരു ക്ലാസ്സായി, ഒരു വിഭാഗമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ കാസ്റ്റ്. അതൊരു ജാതിയല്ല, അത് കുറേ ജാതികളുടെ വലിയൊരു ഫെഡറേഷനാണ്. അതിനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നൊരു കാസ്റ്റല്ല, കാസ്റ്റിനതീതമായൊരു ലിസ്റ്റാണത്. ഇപ്പം ഇതിനെ തുണ്ടമാക്കി ഓരോ കാസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റിന് ഇത് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതാണ് ഉപസംവരണം. അപ്പം അതിനെ ബലത്തിൽ തകർക്കും അത്. മുൻഗണന കിട്ടുന്നുണ്ട്. പക്ഷേ ആ മുൻഗണനക്ക് കാരണം അവരൊക്കെ ലാൻഡഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഹിസ്റ്റോറിക്കലി അവരുടെ ലാൻഡ് അധികം നഷ്ടപ്പെട്ടിട്ടില്ല. ലാൻഡ് ഉള്ളത് കൊണ്ട് അവർക്കൊരു 1-ാം തലമുറ വിദ്യാഭ്യാസം കിട്ടിയവരൊക്കെ കുറേ ഇപ്പോൾ ഒരു 3-ാം തലമുറയിലേക്ക് കടന്നിട്ടുണ്ട്. പണിയാടിയ കടന്നതൊക്കെ ഇങ്ങനെ ടോട്ടലി സോഷ്യോ ഇക്കണോമിക്കലി സബ്ജുഗേറ്റ് ആയതുകൊണ്ട് അവർക്കൊരു 1-ാം തലമുറ വിദ്യാഭ്യാസത്തേക്ക് ഈ ഹോസ്റ്റലിലൂടെ നിന്ന് പഠിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നവരാണ്. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവരിങ്ങനെ ആകാൻ കാരണം കുറിച്യരല്ലല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാം ഒറ്റ ലിസ്റ്റിലാകുമ്പോൾ ആ ലിസ്റ്റിലുള്ള സംവരണ തസ്തികളൊക്കെ നേടി വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയവർക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ അന്തരം വന്നത്. അപ്പം അന്തരം പേഴ്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ അല്പം സാമൂഹിക വളർച്ച നേടിയ കമ്മ്യൂണിറ്റികളല്ല കാരണം. ഈ കമ്മ്യൂണിറ്റികളെ ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാനുള്ള സോഷ്യോ എക്കണോമിക് പ്രോഗ്രാംസ് ഗവൺമെൻറ് കോൺഷ്യസായി ചെയ്തില്ല. കഴിഞ്ഞ 70 വർഷമായിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മറച്ചു വെക്കാനാണ് നിങ്ങളുടെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടിന് കുഴപ്പക്കാർ ഇവരാണെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അവരോട്ട് നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് തരാം, അവർക്ക് സെപ്പറേറ്റ് കൊടുക്കാമെന്നുള്ള ചുരുക്കത്തിൽ ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ ഒരു താല്പര്യം.